എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് ഒരു അറബിക് റൈസാണ്. മസ്ബി എന്നാണ് ഈ റൈസിൻ്റെ പേര്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ഒരുപാട് സ്പൈസി ഒന്നുമല്ല, പക്ഷേ എന്നാലും ഒരു അറബിക് റൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. മട്ടൻ വെച്ചിട്ടാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അറബിക് റൈസുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് മന്തിയൊക്കെ തയ്യാറാക്കുന്ന അതേ റൈസ് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, സെല്ല റൈസ്. ബസ്മതി അരി പോലെ തന്നെയുള്ള റൈസാണ്. ബസ്മതി അരി എടുക്കാം. ബസ്മതി അരി ആയാലും സെല്ല റൈസ് ആയാലും ആദ്യം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുറച്ചധികം വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. റൈസിലേക്ക് എടുത്തിട്ടുള്ളത് മട്ടനാണ്. 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. 3 വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. റൈസ് തയ്യാറാക്കാൻ അതിൻ്റെ തന്നെ ഒരു മസാല ആദ്യം തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു പാൻ എടുക്കാം. പാനിലേക്ക് ഒരു 10 ഏലക്കായ ചേർത്ത് കൊടുക്കാം. 10 ഗ്രാമ്പു ചേർക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ആയിട്ടുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ മുഴുവൻ മല്ലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കുക. നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. മട്ടൻ വേവിക്കുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കറിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മട്ടൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ പൊടിച്ച ആ ഒരു മസാലയിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള ചെറുതായി മുറിച്ചത്, കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കുന്നത് നമ്മൾ ഈ ഒരു മട്ടൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് റൈസ് തയ്യാറാക്കുന്നത്. അതിനും കൂടി വേണ്ടിയിട്ടാണ് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അടി പിടിക്കാതിരിക്കാനും അതുപോലെ മട്ടൻ സ്ലോ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം വറ്റിപ്പോവാതിരിക്കാനും ഒക്കെ അത് നല്ലതാണ്. ഏറ്റവും ചെറിയ തീയിൽ അരമണിക്കൂർ വേവിച്ചെടുത്ത മട്ടനാണ്. ഇനി ഈ മട്ടൻ ഇതിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ആ ഒരു സ്റ്റോക്ക് നമ്മൾക്ക് ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, 2 തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു 6-7 പച്ചമുളക് 2ആയി കീറിയത്, ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം. ഒരുപാട് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ആവശ്യമില്ല. കൂടെ തന്നെ നേരത്തെ എടുത്ത് വെച്ച 1 കപ്പ് സ്റ്റോക്ക് കൂടി എടുത്ത് വയ്ക്കാം. ഒരു പോട്ടിലേക്ക് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നതിനെക്കാട്ടിലും ഏതെങ്കിലും ഒരു മണമില്ലാത്ത ഓയിൽ ചേർക്കുന്നതാണ് നല്ലത്. ഓയിൽ നന്നായി ചൂടായതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല, പകരം നേരത്തെ പൊടിച്ചിട്ടുള്ള ആ ഒരു സ്പൈസ് മസാല പൗഡറാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ സ്റ്റോക്ക് കൂടി അതിലേക്ക് ചേർക്കാം. നേരത്തെ നമ്മൾ അതിൽ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഫ്ലേവറും ഈ ഒരു സ്റ്റോക്കിൽ കൂടെ കിട്ടിക്കോളും. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് വെക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു 1/2 കപ്പ് വെള്ളം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 3.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 3.5 കപ്പിൽ തന്നെയും 2.5 കപ്പ് വെള്ളവും 1 കപ്പ് സ്റ്റോക്കുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് അളന്ന് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു അറബിക് റൈസ് ഫ്ലേവർ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഞാനിവിടെ ഹെൽത്തി ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് മാഗി ക്യൂബ് ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാഗി ക്യൂബും ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുത്താൽ. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ആദ്യത്തെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ചോറ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീടും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചാൽ മതി. അത് റെഡി ആയിട്ടുണ്ടാവും. ഒരുപാടൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെയായിരിക്കും ഇത് കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങളെടുക്കുന്ന മീറ്റിന് നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നാം. പക്ഷേ അത് കുഴപ്പമില്ല. ചൂടാറി കഴിയുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ബസ്മതി റൈസ് കറക്റ്റ് വേവായി തന്നെ കിട്ടിയിട്ടുണ്ട്. റൈസ് തയ്യാറാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അത് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കുമാണ് അത് കറക്റ്റായിട്ട് ഉണ്ടാവുക. വേവിച്ചെടുത്ത മട്ടൺ ഒന്ന് ചെറുതായിട്ടൊന്ന് ബട്ടറിൽ ഗ്രില്ല് ചെയ്തെടുക്കുവാണ്. അതിനുവേണ്ടി ഒരു തവ എടുക്കാം. നന്നായി ചൂടായതിന് ശേഷം കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ പീസസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ബട്ടറിൽ ഗ്രില്ല് ചെയ്ത് വരുന്ന ഏത് മീറ്റും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഒരു ഗ്രില്ലിംഗ് പാനിലും ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വേവിച്ചെടുത്താലും ഇത് നല്ല ടേസ്റ്റാണ്. ഓവനിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു മീറ്റിന്. ഈ ഒരു റൈസിൻ്റെ കൂടെ ഈ ഒരു മീറ്റും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും അതും ഇതിൻ്റെ കൂടെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസാണ് ഈ ഒരു റൈസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് സ്പൈസി ഒന്നുമല്ല. അറബിക് റൈസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇടയ്ക്കൊക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. ഏത് മീറ്റ് വേണമെങ്കിലും ഇതിന് ചെയ്യാം. ചിക്കൻ ആയാലും ബീഫായാലും ഒന്നും കുഴപ്പമില്ല. മട്ടനാണ് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. താങ്ക്